സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മാന്യ സദസ്, അനശ്വരനായ വയലാർ രാമവർമ്മയുടെ ആയിഷ എന്ന ഖണ്ഡകാവ്യം ഒരു കാലത്ത് നിലനിന്നിരുന്ന അനാചാരത്തിനെതിരെ തൂലിക പടവാളാക്കിയ മഹാകാവ്യം. അനശ്വരനായ കാഥികൻ പ്രൊഫസർ വി സാംബശിവൻ പ്രേക്ഷകരിലെത്തിച്ച സാഹിത്യ സൃഷ്ടി. ഇപ്പോൾ ആയിഷയ്ക്ക് രംഗഭാഷ്യമൊരുക്കുവാൻ ശ്രമിക്കുകയാണ് ഞങ്ങളും. നിങ്ങളുടെ അനുവാദത്തോടെ ഞങ്ങൾ അവതരിപ്പിക്കട്ടെ. അനുഗ്രഹിച്ചാലും. വേദന തിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തിപ്പറിച്ചതാണ് ഈ കഥ. ഒക്കെ പകർത്താൻ കഴിയില്ലെനിക്ക്. ആ ഗതികേടിന് മാപ്പ് ചോദിക്കുന്നു. എന്താണ് മടങ്ങിപ്പോട്ട് ഒന്ന് തീരുമാനിച്ചിട്ടാണോ? സാറിന്റെ മുളകാട് കവിത ഞാൻ വായിച്ചു, അസലായിട്ടുണ്ട്. ചായ കുടിച്ചില്ലത് മഴ തോർന്നാ തോന്നുന്നത്. ഞാൻ പോകട്ടെ സാറേ. കാറ്റു വന്നെന്റെ കഥയിൽ തള്ളുമ്പം ഓർക്കും ഞാൻ എന്റെ മാരനെ, മാരനെ വീരനെ, അമ്പുറ്റ മണി മാരനെ. എന്റെ പെണ്ണെ, നിന്റെ പാട്ട് ഞാൻ കേട്ടു. എന്തൊരു വൃത്തികെട്ട പാട്ടാ നീ പാടുന്നത്. ഇഷ്ടപ്പെട്ടില്ലേ കേക്കണ്ട. പാലെടുത്തത് പാത്രം. ഓ, അപ്പോഴേക്കും പിടങ്ങിയോ? എന്നും പിടങ്ങുന്ന നിന്റെ ഈ മുഖം കാണാനല്ലേ എനിക്കിഷ്ടം. പാലെടുത്ത പാത്രം. ഞാൻ പോട്ടെ. നിനക്ക് ഈ ഒരു ഉടുപ്പ് മാത്രമേ ഉള്ളൂ. ഇതിനെന്താ കുഴപ്പം? പാലെടുത്ത പാത്രം. ഞാൻ പോട്ടെ. മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീളെ കുഞ്ഞു തൊങ്ങല് തുന്നിച്ചേത്ത പാവാട ചുറ്റും, കൈകളിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുരുളൻ മുടിക്കെട്ടും, പുഞ്ചിരി അടരാത്ത മുഖവും തേനോറുന്ന കൊഞ്ചലും. മറക്കുമോ മറക്കുമോ നിങ്ങളെന്നായിഷേ? കൊച്ചേ, നിന്റെ പേരെന്താന്ന് പറഞ്ഞ? എപ്പോഴും ചോദിക്കല്ലോ, അന്നേരം പറയാറുണ്ട്. എപ്പോഴും മറക്കുന്ന ചേട്ടനാ. എപ്പോഴും മറക്കുന്ന നിന്റെ കൊച്ചു പാവാടക്കാരിയല്ലേ നീയോ? പാലെടുത്ത പാത്രം. ഞാൻ പോട്ടെ. ഇത് എന്ത് പാലാ പെണ്ണെ? ഇതിന് പകുതിയിലധികവും ആ കക്കൂസ് നാറുന്ന തോട്ടിലെ വെള്ളാണല്ലോ. പോയിക്കോ, പക്ഷേ നാളെ മേലാക്ക ഈ ഉടുപ്പിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. പിന്നെ നിന്റെ പാപ്പയല്ലേ നിനക്ക് പുത്തനുടുപ്പ് വാങ്ങിത്തരുന്നത്. ആരാ നിനക്ക് പിന്നെ പുത്തനുടുപ്പ് വാങ്ങിത്തരാ? മജിരിക്ക. ഇന്നലല്ലേ മജിരിക്ക പട്ടണത്തിൽ പോയി പണിയുന്നുണ്ടാ. പുത്തനാ, ഒത്തിരി വില. നാളെയല്ലേ അത് ഞാൻ ഇട്ടോണ്ട് വരാ. ഒത്തിരി വിലയായി നോക്കി. നിന്നോട് ചുമ്മാ കള്ളം പറഞ്ഞതാ. അതെ, അത് വെറും കുളം കലക്കി തുണിയ പെണ്ണെ. ഞാൻ പോവാ. ഞാൻ വരില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. കഷ്ടമായി. സാരമില്ല, നാളെ കാലത്ത് വരുമ്പോ സമാധാനിപ്പിക്കാം. ഇണങ്ങുന്നതും പിണങ്ങുന്നതും വളരെ പെട്ടെന്നാ. പക്ഷേ എനിക്കറിയാം
ആ നിഷ്കളങ്കിയായ പെൺകുട്ടിയെ. ആയിഷ. റെക്കോർഡിംഗ് JM പ്രസാദ്, JM ഡിജിറ്റൽ, പുറക്കാട്, അമ്പലപ്പുഴ. ആലാപനം സുരേഷ് ചെറിയനാട്, ബീന രാജ്. രംഗത്ത് MS ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ ഇളയടത്ത്, രഞ്ജിത്ത് VP, ഗോപകുമാർ VK, K ഉണ്ണികൃഷ്ണൻ, നൌഷാദ് P, രഘു KR, പാർവതി M, രമ്യ വിനോദ്, പ്രീബ കൃഷ്ണൻ, കുമാരി ആരാധ്യ രഞ്ജിത്ത്, മാസ്റ്റർ ആരുഷ് S, മാസ്റ്റർ ദീക്ഷിത് S, മാസ്റ്റർ നിഖിൽ RH, മാസ്റ്റർ പ്രണവ് A. സഹസംവിധാനം MS ബാലകൃഷ്ണൻ. അവതരണം നന്മ നാടകവേദി. നാടകരചനയും സംവിധാനവും രവിപ്രസാദ് ഹരിപ്പാട്. പത്രം രാവിലെ ചായ പോലെ പാനീയമാണെന്ന് എനിക്ക് അറിയാം. ഇന്ന് ചായ കുടിച്ചിട്ടോ കാലത്ത്? അതെന്ത് പറ്റി? ആ പാൽക്കാർക്ക് പറ്റി വന്നില്ലേ? ഓഹോ, അപ്പോ സാറാ പെൺകൊച്ചിനെയും കാത്തിരിക്കുകയാണല്ലേ? ശരി സാറേ, ഞാൻ പോയിട്ട് വരാം. വന്നല്ല പാല്. ആയിഷ എന്തേ? ഇനി മുതൽ ആയിഷ വരില്ല സാറേ. അവക്ക് പകരം നാളെ മുതൽ ഞാൻ വന്നോളാം. എന്ത് പറ്റി? അതോ, ഇന്നലെ ആയിഷാന്റെ നിക്കാഹ് കഴിഞ്ഞ്. നിങ്ങൾ എന്തായി പറയുന്നത്? അതോ, പട്ടണത്തിലെ പെരുത്ത പണക്കാരൻ, വലിയ ബംഗ്ലാവ് കണ്ടപ്പോ തന്നെ ആയിഷ മോളെ ഓനിഷ്ടായി സാറേ. അതിന് ആയിഷയ്ക്ക് 8-10 വയസ്സല്ലേ ആയുള്ളൂ. ആ 8-10 വയസ്സായെന്ന് വെച്ചാൽ എന്നാ, അയാളോളെ പൊന്നുപോലെ നോക്കുമെങ്കിൽ പിന്നെ വയസ്സൊരു പ്രശ്നമാണോ സാറേ? അതിന് നിങ്ങൾ ഇത് അവളോട് ചെയ്യുന്ന കടുങ്കയാണ്. വെറുതെ അല്ല സാറേ, അയാള് നമ്മക്ക് രൂപ തന്നു. 100 രൂപ. ഇന്നലെ രാത്രിയില് അയാള് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. ഇന്നത്തെ കേൾക്കണോ? ഇന്നലെ ഇരവില മനുഷ്യൻ ചെന്നു വീട്ടിൽ, ഇന്നലെ തന്നെ തീർന്നു കല്യാണ ചടങ്ങുകൾ. ഈ ജാക്കറ്റ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഞാൻ പാലെടുക്കുന്ന ചേട്ടനില്ലേ, ആ ചേട്ടൻ പറയാ പുത്രടുപ്പ് കുളം കളിക്കാന്ന്. ശരിയാണോ നോക്കാൻ കൈകി നോക്കിയതാ. ആ ചേട്ടൻ കണ്ടാ പറഞ്ഞതാ. തേനാകുമ്പോ കുഞ്ഞായ പൈസായി കൊണ്ട് തേനെടുപ്പിക്കാലോ. ഞാൻ വരുന്നടാ. ഇവിടെ കൂട്ടിക്കൊണ്ട് നീ അങ്ങോട്ടാണ് പോടാൻ. ആടി ഇവിടെ കഞ്ഞി വെച്ചാടി. ഈ മുറ്റം താടി അടിച്ചു വരാഞ്ഞേ. നീനക്ക് പിന്നെ എന്തിനാടി സമയം? ആട്ടെ, നമ്മുടെ കനിയനും മുണ്ടും നരച്ചിട്ടാടി. നേരം കിട്ടിയില്ല. നീനക്ക് പിന്നെ എന്തിനാടി നേരം? ആ, നമ്മുടെ പോത്തുകിടാവിന് കഞ്ഞി കാടി വെച്ചു കൊടുത്താടി. എന്താടി മിണ്ടാത്തെ? എന്താടി അന്റെ നാവിറങ്ങിപ്പോയോ? പറയണേ നമുക്ക്. കൊടുത്തില്ല.
പിന്നെ നമ്മള് അല്ല പയ്യന്മാരുടെ കൂടെ കളിക്കാൻ പോകാനെ കൊണ്ട് നോക്ക് സമയമുണ്ട്. വീട്ടിലെ ഒരു കാര്യം കൊടുക്കുകയില്ല. എന്തായത് തല്ലിക്കൊല്ലുമോ ഈ കുഞ്ഞിനെ നിങ്ങൾ? അതുമാനെ അമ്മയില്ലാത്ത കുട്ടികളെ നോക്കണം. രാവും പകലും 100 കുറ്റങ്ങളും പറഞ്ഞു അതിനെ തല്ലിക്കൊല്ലുന്നത്. അയൽപക്കത്തിൽ നിന്ന് കാണാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഇങ്ങക്കെന്തായി വീട്ടിൽ കാര്യം? ഇത് നമ്മുടെ കുടുംബക്കാരിയാ. നമ്മുടെ ഇറച്ചി കച്ചവടവും വശത്ത് ഒരു സ്വസ്ഥതയും ഇല്ലാതായി. ഇവിടെ ഇരുന്നാലും കളിക്കാനെങ്ങാനും പോയെന്നറിഞ്ഞ നിന്നെ നമ്മളെ കത്തി കൊണ്ടിരുന്ന കടയിൽ പറഞ്ഞേക്കാം. എന്റെ മോള് വിഷമിക്കാതെ ഇറച്ചി വെട്ടി വെട്ടി ആ മനുഷ്യന്റെ മനുഷ്യത്വം പോയി കിടക്കുക. പണ്ടൊരു പോത്തിനെ വെട്ടി തലയില്ലാത്ത പോത്ത് ഓടിപ്പോയി. അതിന്റെ പുറകെ ഓടിയപ്പോ കിട്ടിയതാ ആ മുടങ്ങ്. എന്റെ മൂക്കറിയുമോ? നിന്റെ ഉമ്മാനെ കൊന്നത് അയാളാ. എന്റെ മോള് അകത്ത് പോയി അയാളുടെ തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ടു. വന്നാട്ടെ പട്ടണത്തിലെ വലിയ വീട്ടിൽ നിന്ന് അതിനുവേണ്ടി ഈ തെറ്റക്കുടിൽ വന്നിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും വന്നാട്ടെ, വന്ന കുട്ടികളെ എന്നെ പിടിക്കണ്ട പറഞ്ഞോട്. പിന്നെ വയസ്സ് 10-65 ആയാലും ശരീരത്തിന് നല്ല ഓജസ്സാണ് നമുക്ക്. ഈ ഇരിക്കണ്ട അവിടെ നമ്മളെ മുമ്പിൽ കുത്തിരിക്കാനൊക്കെ ഉള്ള യോഗ്യത ഉണ്ടാകട്ടെ ഇല്ലേ? അപ്പൊ നീ ഇഞ്ഞാ മതി അവിടെ. എന്നോട് അങ്ങനെ പറയേ. അന്റെ ഏത് മകനെ വല്ല പാപ്പാടാ നമ്മള്? ഈ പല പേരിട്ടാണ് നമ്മളെ വിളിക്കണമെന്ന് അറിയാം. അല്ല പെരുത്ത ശമ്പളം എന്നെ തരുമ്പോ നീ നമ്മളെ മലയാളിനെ വിളിക്കും. ശമ്പളം ഇത്ര കുറഞ്ഞു പോയാല് നീ വല്ലുപ്പാപ്പ അത് വിളിക്കും. ശമ്പളം തന്നില്ലെങ്കിൽ നീ വിളിക്കണ ഭാഷ നമ്മക്കറിയാം. വിശാല മോനെ നമ്മക്കിട്ട് ബക്കല്ല, നീ ബക്കല്ല, നീ ബച്ചാറുണ്ടല്ല. അതിനെ അപ്പോഴേ കാലം പോയി. കുഴപ്പമില്ല, ഇതൊക്കെ സാധാരണയാ. വണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ റിപ്പയർ ആകും. ഒരൊറ്റ പാർട്ട് വെച്ച് ബാക്കി എല്ലാം പോയി കിടക്കാം. അപ്പോഴൊക്കെ ഈ മെക്കാനിക്ക് കൂടെ ഉണ്ടാവും. അഞ്ചുമാറാ നമ്മൾക്ക് സമയം തീരില്ല. നീ വിളിക്കേ, ഉടനെ വിളിക്കേ. ഓ നമ്മളതൊക്കെ മറന്ന്. ഐസ മോളെ, ഐസ ഓ മോളെ. എന്താ വിചാര? ഒരു നല്ല കാര്യം കേൾക്കണത് ഇഷ്ടമാണോ? ഓ പിന്നെ നമുക്ക് പറ്റി ഇഷ്ടമല്ല. ഉറക്കം പറഞ്ഞാലേ എല്ലാവരും കേൾക്കും. നല്ല പെണ്ണുങ്ങളെ കാര്യം ആയിരിക്കും. നീ നമ്മളെ തെരുവ് പറഞ്ഞോള പറയണേ. ഓ പറയുന്നത് നമുക്ക് മറ്റുള്ളവർ വിളിച്ചേ താൻ എന്നെ കളിയാക്കുന്ന വൃത്തിയായിട്ട് പരിപാടിയുണ്ടല്ലോ, ആദ്യം ഇവിടെ കൊണ്ട് നിർത്തിക്കണം. അല്ലെങ്കിലേ തന്റെ സ്വഭാവം ഞാൻ പൊട്ടിക്കും. എന്താ സാർ ക്ഷമിക്കണമുള്ള അനക്ക് അടുത്ത മാസം നമ്മൾ നല്ല ശമ്പളം കൂട്ടിത്തരും. ഐസ ബാബോളെ അന്നെ കാണാനെ കൊണ്ട് ഒരുത്തര് വന്നിരിക്കുന്നു. ബാബോളെ
അന്റെ പേരെന്താവാ? ആയിഷ. അന്നെ കാണാനെ കൊണ്ട് നല്ല മഞ്ചലുണ്ട് കേട്ടാ. ഈ വരുന്ന നമ്മളെ പറയലേക്ക് ഇല്ല. ആയിഷ, ഇന്ന് മുതൽ ഇയാളാണ് നിന്റെ കെട്ടിയവൻ. അയാള് നമുക്ക് രൂപ തരും. ഓള് രക്ഷപ്പെട്ടു പോയെ. ഇന്ന് തന്നെ അയാളോടൊപ്പം നീ അയാളുടെ വീട്ടിലേക്ക് പോണം കേട്ടാ. ഇല്ല, ഞാൻ പോയില്ല. ഇല്ലേ? നീ പോകില്ലേ? നീ പോയില്ലെങ്കിൽ പെണ്ണെ നിന്നെ നമ്മള് കത്ത് കണ്ടരിഞ്ഞ് കടയിൽ കെട്ടി നോക്കും. പറഞ്ഞേക്കാം. സംഭവമീതാണേതോ വിടനാം പണക്കാരൻ 50 100 രൂപയ്ക്ക് ആയിഷ വിൽക്കപ്പെട്ടു. 1000 കിളിയത്ര ചിറകിട്ടടിച്ചാലും 1000 വഴികളെ തകർക്കാൻ കഴിയില്ല. കൊടുങ്കാറ്റിന്റെ വേഗതയിൽ 4 വർഷങ്ങൾ ദ്രുതതാളത്തിൽ ഇരമ്പിപ്പാഞ്ഞുപോയി. പോലീസ് എന്റെ പേരെന്താണ്? ആയിഷ. ആ കുട്ടിയെ കൊണ്ട് നീയല്ലേ? ഇല്ല, ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നില്ല. കള്ളം പറയുന്ന അത് ഞങ്ങൾ കളിക്കണം. നടക്കടി സ്റ്റേഷനോട് നടക്കടി. അവള് തന്നെയാണ് കല്യാണാണ്. സ്വന്തം കുഞ്ഞുമൊന്ന് രാത്രി നമ്മക്ക് മറ്റൊരു ഞാൻ അവളുടെ കെട്ടിയോന്റെ വീട്ടിലോട്ട് പോയിരുന്നു. നടന്നതെന്നത് അത് ഞാൻ നിങ്ങളോട് പറയാം. ആയിഷയുടെ കഥ കേൾക്കണോ നിങ്ങൾക്കെൻ്റെ? വായനക്കാരെ ഞാനും നിങ്ങളും ഞെട്ടിപ്പോകും. ആയിഷയുടെ കഥ കേൾക്കണോ നിങ്ങൾക്കെൻ്റെ? വായനക്കാരെ ഞാനും നിങ്ങളും ഞെട്ടിപ്പോകും. നിങ്ങളോടൊപ്പം ആട്ടും തുപ്പുന്നതിന് ഞാൻ ജീവിച്ചു. എന്റെ യൗവനമെല്ലാം നിങ്ങൾ പിഴിഞ്ഞെടുത്തു. ഗർഭിണിയായ ഞാൻ എങ്ങോട്ട് പോകാനുണ്ട്? എന്നോട് ഇറങ്ങിപ്പോകാൻ പറയും. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ
കൂടി കഴിഞ്ഞോളാം. ഈ ചുരുണ്ടുകൂടി കഴിയണല്ല നമ്മൾ സമ്മതിക്കാം. എന്നാ പറ, അത് നമ്മൾ സമ്മതിക്കൂല. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്നെ വേണ്ടല്ലേ? നമ്മളെ ഈ കുപ്പായ ഉണ്ടല്ല, ഒരു പയറാൽ എന്ത് ചെയ്യാം നമ്മള്? അതുകൂടി അങ്ങ് വലിച്ചറിയും. എന്നിട്ട് അല്ല പുതിയ കുപ്പായം വാങ്ങും. മനസ്സിലായി. കെട്ടിയ നാൾ മുതൽ എന്റെ ബാപ്പയെ നിങ്ങൾ ഈ വീട്ടിൽ കയറ്റിയിട്ടില്ല. വീട്ടാ കറക്കണ കേടി ഇറങ്ങും വിൽപ്പനക്കാരൻ വരുവാ. ഈ ദുനിയാവിൽ അങ്ങനെ വന്ന ചരിത്രം ഉണ്ടാ? ഓട്ടിപ്പണ്ണ് ഇതിനൊന്നും അറിയില്ല. 6 പെണ്ണുങ്ങളെ കെട്ടിയിരിക്കണേ നമ്മള്. 6 എണ്ണത്തിന് ഈ മൊഴി ചൊല്ലി. ഇപ്പൊ അന്നേ നമ്മുടെ മൊഴി ചൊല്ലിയിരിക്കണേ. അപ്പൊ തീർന്നില്ല എന്റെ പ്രശ്നം. ഇനി അന്നെ ഇവിടെ കണ്ടുപോകരുത്. കഴിഞ്ഞ ശാലോ നമ്മൾ തിരിച്ചെടുക്കൂല. അന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത്. അടിയിൽ കനം തൂങ്ങും വയറും താങ്ങിക്കൊണ്ട് നടന്നു കയ്യും വീശി പാവമാ പെൺകുട്ടി. അതൊക്കെ പോയില്ലേ? ഇപ്പൊ അവിടെ ഒരു തടിയില്ല. അതെ, നിങ്ങളാരാ? ഞാൻ മകളാ, ആയിഷ. മകളോ? നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല കൊച്ചേ. തെരുവിൽ കണ്ടിക്കാതെ പച്ചമാംസങ്ങൾ വിൽക്കും തെരുവിൽ പുതിയൊരു മെമ്പറും കൂടെ ചേർന്നു. തെരുവിൽ കണ്ടിക്കാതെ പച്ചമാംസങ്ങൾ വിൽക്കും തെരുവിൽ പുതിയൊരു മെമ്പറും കൂടെ ചേർന്നു. എന്താണ് നിന്റെ പേര്? ആയിഷ. നീ ഈ വയറും വെച്ചോണ്ട് ഇവിടെ ഇരുന്നാൽ ഈ തെരുവിൽ നിന്റെ ബിസിനസ് എങ്ങനെ നടക്കാനാ?
നിനക്കും ജീവിക്കണ്ടേ? കൈ നിറയെ പൈസ വേണ്ടേ? നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങണ്ടേ? നീ ഞങ്ങളിവിടെ കൂടുന്നോ? ധാരാളം പൈസ സമ്പാദിക്കണം, നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ടോ, ഇഷ്ടംപോലെ ജീവിക്കണം. അതുകൊണ്ട് പോയി പേരടി വേണേ. ഇരുളിൻ തെരുവിൻ്റെ മൂലയിൽ സ്വന്തം വസ്ത്രം മറകെട്ടിക്കൊണ്ടവൾ കടിഞ്ഞു പ്രസവിച്ചു. എന്താടി നീ എന്തിനാ ഈ കിടന്ന് ഒച്ചയുണ്ടാക്കുന്നത്? എന്റെ കുഞ്ഞിനെ കാണാനില്ല. പാല് കുടിച്ച് ഉറങ്ങിക്കിടന്ന് എന്റെ കുഞ്ഞിന്റെ അമ്മ ഞാനും ഒന്ന് മയങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോ അവനെ കാണാനില്ല. നിങ്ങളാരെങ്കിലും അവനെ കണ്ടായിരുന്നോ? നീ കൊച്ചു കുഞ്ഞെന്നൊക്കെ പറഞ്ഞിരുന്നാൽ എങ്ങനെ ജീവിക്കാനാ? നിനക്കും ജീവിക്കണ്ടേ? 4 കാശുണ്ടാക്കണ്ടേ? കൊച്ചിനെയൊക്കെ നോക്കിയിരുന്നാൽ എങ്ങനെ ജീവിക്കാനാണ്? അതുകൊണ്ട് ഒന്നും കണ്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഞങ്ങൾ നിന്റെ കുഞ്ഞിനെ പൊക്കിയെറിഞ്ഞ് ദാ ആ കൊന്നക്കാട്ടിലെറിഞ്ഞു. എന്തേ? പുഷ്പേ, നിങ്ങൾ എന്റെ കുഞ്ഞിനെ വിടി, വിടി, വിടി. നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണം? വേണം. നിന്നെ ചതിച്ച് വഞ്ചിച്ചവന്റെ കൊച്ചിനെ നിനക്ക് വേണം. എടീ, 4 കാശുണ്ടാക്കി ജീവിക്കാൻ നോക്കണി. വയറ് നിറച്ചെന്തെങ്കിലും കഴിക്കണമെങ്കിലേ 4 കാശ് വേണം. പോയി, പോ. ആയിഷ കരഞ്ഞു പോയി, കൂട്ടുകാരികളോതി പോയി വല്ലതും തിന്ന് തടി നന്നാക്കാൻ നോക്കൂ. ആയിഷ കരഞ്ഞു പോയി, കൂട്ടുകാരികളോതി പോയി വല്ലതും തിന്ന് തടി നന്നാക്കാൻ നോക്കൂ. ഞാനിനി പ്രസവിക്കും, കൊല്ലുകില്ല കുഞ്ഞിനെ, കാണണമെനിക്കത് വളരുന്നതും നാളെ. ഞാനിനി പ്രസവിക്കും, കൊല്ലുകില്ല കുഞ്ഞിനെ, കാണണമെനിക്കത് വളരുന്നതും നാളെ. എന്നെ ഈ തെരുവിൻ്റെ മൂലയിലെറിഞ്ഞവർക്ക് ഒന്നിനുമെൻ കുഞ്ഞ് മാപ്പു നൽകുകയില്ല. അമ്മ ലോകപ്പിലായി പേടിച്ചരണ്ടുപോയി, പൊന്മകൻ പിറ്റേന്ന് നേരം വെളുക്കവേ. ആരു വന്നാലും പറയാറുമുണ്ടവൻ, ആയിഷയും മാടെ പൊന്നുമോനാണു ഞാൻ. ആരു വന്നാലും പറയാറുമുണ്ടവൻ, ആയിഷയും മാടെ പൊന്നുമോനാണു ഞാൻ. ആരാ? മനസ്സിലായില്ല. ചേട്ടനല്ലേ മറന്നോ? മനസ്സിലായില്ല. പണ്ട് പാല് കൊണ്ട് തന്നിരുന്ന ചേട്ടന്റെ ആ പഴയ അനുജത്തി. ആയിഷ, നിന്റെ അനുഭവങ്ങളെല്ലാം ഞാൻ കേട്ടു. ഇന്ന് എനിക്കൊരു കുഞ്ഞു മോനുണ്ട്. റഹീമെന്നാ പേരിട്ടേക്കുന്നത്. അവൻ എന്നോടൊപ്പം തെരുവിൽ വളർന്നു. നിന്റെ ഈ കയ്യിലെന്താ രക്തക്കറ? ശരീരത്തിലുണ്ടല്ലോ. എന്നെ മൊഴി ചൊല്ലിയ വിടനായാക്ക
ഇന്നലെ രാത്രി അവൻ എൻ്റെ സങ്കേതത്തിൽ വന്നിരുന്നു. ഞാൻ അവിടെ ഉണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നു. രാത്രി പങ്കിടാൻ വന്ന അവനെ ഒറ്റ കുത്തിന് ഞാൻ വകവരുത്തി. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക ചേട്ടാ. പോകുന്നതിന് മുമ്പ് ചേട്ടനെ വന്നത് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഈ ആയിഷയെ ഓർമ്മിപ്പിക്കാൻ എൻ്റെ കുഞ്ഞുമോൻ ഈ തെരുവിലുണ്ടായിരിക്കും. ചേട്ടൻ അവനോട് ചോദിക്കണം, നിന്റെ പേരെന്താണെന്ന്. പോട്ടെ. നിന്റെ ഉപ്പ ജയിലല്ലടാ. എടാ നിന്റെ അമ്മയും ജയിലല്ലേ? നിനക്ക് പിന്നെ അവരോട് പോയി എന്തെങ്കിലും മോഷണം ചെയ്ത് ജീവിച്ചൂടെ? മോഷണം പോലുള്ള ജീവിത കേസൊന്നും വാങ്ങാനിരിക്കണ്ട. അല്ലടാ മോനെ, നീ കുറച്ചുകൂടെ വലുതാവുമ്പോഴേ നിനക്ക് അവരെ പോലെ ഒരു കൊലപാതകം ചെയ്യാം. മക്കളെ, ആയിഷ ഉമ്മാന്റെ പൊന്നുമോനാണ് ഞാനെന്ന് പറഞ്ഞ് പാട്ട് പാടി തെരുവിലൊക്കെ നടക്കുന്ന ഒരു കുഞ്ഞുണ്ടെന്ന് കേട്ട് നിങ്ങൾക്കറിയോ? അത് ഞാനാ. അന്റെ ഉപ്പ അബ്ദുറഹ്മാനാണ് ഞാൻ. ഉപ്പാന്റെ ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. വരുന്ന മക്കളെ, എന്റെ ആയിഷാനെ വിലങ്ങ് വെപ്പിച്ചവർ, എന്റെ പൊന്നു റഹീമിനെ തെരുവിലേക്ക് എറിഞ്ഞവർ, കൽബില്ലാത്തവർ. ഓമാർക്കൊക്കെ കൽബുണ്ടായിരുന്നെങ്കിൽ എന്നേ നമ്മൾ വറുത്തു തിന്നേന്. വാ മക്കളെ. ആയിഷയുടെ പുന്നാര മോനാണ് ഞാൻ. ആരഹിം പാടും ജയിലിൽ കിടക്കുന്ന ആയിഷയും മാടെ പൊന്നുമോനാണു ഞാൻ. ചാവുകയില്ല, വളരുവാനാണു നിൻ ഭാവം, പലതിനും ഉത്തരം നൽകുവാൻ. ആരോ കറക്കിയെറിഞ്ഞിട്ടു നാടിൻ്റെ നേരെ വരും ഏറുപമ്പരമാണവൻ. സമൂഹത്തിൽ വെളിച്ചം വീശാൻ ഈ കഥ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. വേദന തിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തി പറിച്ചതാണ് ഈ കഥ. ഒക്കെ പകർത്താൻ കഴിയില്ല എനിക്ക്. ആ ഗതികേടിന് മാപ്പു ചോദിക്കുന്നു.